പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സംഖ്യാലോകം എന്ന പാഠഭാഗത്തിലെ സംഖ്യാവായന. ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, ഇതെങ്ങനെ വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാൽ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. ശ്രദ്ധിച്ചേ. ഓക്കെ, ഇവിടെ സംഖ്യകൾ എഴുതുന്നുണ്ടല്ലേ, ഇത് എത്രയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥാനം നോക്കിയിട്ട് വായിക്കാൻ പഠിക്കാം. ഓക്കെ, ആദ്യം നോക്കിയേ, ഒന്നിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 0 അല്ലേ. ഒന്നിന്റെ സ്ഥാനത്ത് 0, 8 10ന്റെ സ്ഥാനം അല്ലേ, 10ന്റെ സ്ഥാനത്ത് 8 ആണ്. അതുപോലെ തന്നെ 100ന്റെ സ്ഥാനത്ത് എന്ത് തന്നെയാണ്? 100ന്റെ സ്ഥാനത്തും 8 തന്നെയാണ് അല്ലേ. പിന്നെയോ 1000ത്തിന്റെ സ്ഥാനത്ത് എത്രയുള്ളത്? 1000ത്തിന്റെ സ്ഥാനത്ത് എത്രയാ? 2. 6ന്റെ സ്ഥാനത്ത് എത്രയാ? അല്ലേ, 6. ഏതാ 6ന്റെ സ്ഥാനം എന്നത്? 10,000. 10,000 അല്ലെങ്കിൽ 10,000 രണ്ടും ഒന്ന് തന്നെയാണ്. 10,000 എന്ന് പറഞ്ഞാലും 10,000 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അവസാനം നോക്കിയേ 3. 3 ഏത് സ്ഥാനമാണ്? ലക്ഷം. അപ്പൊ ഇതെങ്ങനെ വായിക്കാം? 3,00,000 6 10,000 എന്ന് പറഞ്ഞാൽ എത്രയാ? 60,000 അല്ലേ. 6 10 അല്ലെ, 6 10 60, പിന്നെ 1000. 6 10,000 എന്ന് പറഞ്ഞാൽ 60,000, പിന്നെ ഒരു 2,000 കൂടി ഇല്ലേടാ. അപ്പൊ 60,000 2,000 കൂടി കൂട്ടുക, അപ്പൊ എത്രയായി? 62,000. അപ്പൊ 3,62,000 ഇത് രണ്ടും ഒന്നിച്ച് കൂട്ടി വായിക്കണം കേട്ടാ. 3,62,880. 8 പത്തുകളാണ്, 80കളുടെ 0 എത്രയാണ്? 1. അതുകൊണ്ട് ഈ 0ത്തിന് വിലയില്ല. മനസ്സിലായല്ലോ? ഏത് സ്ഥാനത്താണോ 0 വരുന്നത് ആ സ്ഥാനത്തിന് എവിടെ എന്തില്ല? വിലയില്ല. അത് കൂട്ടി വായിക്കാതെ മതി. മനസ്സിലായില്ലേ? ഇവിടെ നോക്ക്, 3,62,880. 800 800 800 8 10 80. മനസ്സിലായില്ലേ എങ്ങനെ വായിക്കേണ്ടത്? 3,62,880. മനസ്സിലായില്ലേ? ഇതിപ്പോ നമ്മൾ എന്താക്കിയതാ? സ്ഥാനം നോക്കിയിട്ട് പഠിച്ചത് അല്ലേ. സ്ഥാനം നോക്കിയിട്ട് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഒരു സ്ഥാനം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സംഖ്യ വായിക്കുന്നതെന്ന് പഠിച്ചു. ഇനി ആ സംഖ്യനെ നമുക്ക് എന്ത് ചെയ്യാം? അതേ സംഖ്യനെ ടാബിൾ വരച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. എത്ര സംഖ്യ? 3,62,000 അല്ലേ, 62,880. നമുക്ക് നോക്കാം എങ്ങനെ ടാബിൾ വരച്ചിട്ട് എഴുതാന്ന്. നോക്കിയേ, കുറച്ച് മുകളിൽ എഴുതാം. 3,62,880. കണ്ടോ? ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതാം, എന്നാൽ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. 3,62,880. നോക്കിയേ, നമുക്ക് ടാബിൾ വരച്ചാലോ. ആദ്യം ഏതാ? ലക്ഷം അല്ലേ, ലക്ഷം അല്ലേ. പിന്നെയോ 10,000. എത്ര നമുക്ക്? 10,000. 6 10,000 അല്ലേ ഉള്ളത്? 10,000. പിന്നെയോ അത് കഴിഞ്ഞിട്ട് 1000. അത് കഴിഞ്ഞിട്ടോ 100. അത് കഴിഞ്ഞിട്ട് 10. അത് കഴിഞ്ഞിട്ട് 1 അല്ലേ. അതെ, വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടും എഴുതാം കേട്ടാ. ഞാനിപ്പം എനിക്ക് കുറച്ച് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങോട്ട് എഴുതിയത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 10 100 1000 10,000 അല്ലെങ്കിൽ 10,000 ലക്ഷം ഇങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചോ. 1ന്റെ സ്ഥാനത്ത് ഏതാ സംഖ്യ? 0 അല്ലേ. ആദ്യത്തെ 1ന്റെ സ്ഥാനത്ത് 0 ആണ്. പിന്നെ അടുത്ത് 10ന്റെ സ്ഥാനം അല്ലേ. അപ്പൊ നോക്കിയേ, ഈ 0 കഴിഞ്ഞിട്ട് അടുത്ത പോകുന്ന സ്ഥാനം ഏതാ? 10. അപ്പൊ നോക്ക്, അടുത്ത ഘട്ടത്തിൽ ഇവിടെ എത്ര വരും? 8 അല്ലേ. അത് കഴിഞ്ഞിട്ട് 100ന്റെ സ്ഥാനം. അപ്പൊ ഈ 10ന്റെ സ്ഥാനത്തിന് നേരെ എഴുതാൻ പാടില്ല, ഒരു സ്റ്റെപ്പ് താഴെയായിട്ട് എഴുതുക. എത്രയാ? 100 അല്ലേ. 8 100ന്റെ സ്ഥാനം. അത് കഴിഞ്ഞിട്ട് 1000ത്തിന്റെ സ്ഥാനം അല്ലേ. അപ്പൊ 100ന്റെ സ്ഥാനത്ത് നേരെ എഴുതാൻ പാടില്ല, ഒരു സ്റ്റെപ്പ് താഴെ എഴുതാം. കണ്ടോ? 2000. അത് കഴിഞ്ഞിട്ടോ 6 10,000 അല്ലേ. അപ്പൊ 6 10,000. അത് കഴിഞ്ഞിട്ട് 3 ലക്ഷം അല്ലേ. ഇപ്പൊ നോക്കിയേ, 3,60,000 പ്ലസ് 2,000 അല്ലേ, 62,880. മനസ്സിലായോ എങ്ങനെ എഴുതിയെന്ന് അല്ലേ? 3,62,880. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഒരു ടാബിൾ വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യരുത് അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, എന്താ? 1 നേരെ എന്ത് എഴുതാൻ പാടില്ല? അടുത്ത 10ന്റെ സ്ഥാനം എഴുതാൻ പാടില്ല, ഒരു സ്റ്റെപ്പ് താഴോട്ട്, ഒരു കുറച്ച് താഴോട്ടാക്കിയിട്ട് എഴുതുക. ഓരോന്ന് എഴുതുമ്പോഴും കുറച്ച് താഴോട്ടായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക്
ടേബിൾ വഴി നമുക്ക് എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. ആണെങ്കിൽ എന്ത് ചെയ്യാം വര വരച്ച ഇങ്ങനെ വര വരച്ചാൽ പിന്നെ പെട്ടെന്ന് മനസ്സിലാവൂലേ. കണ്ട ഇങ്ങനെ ടേബിൾ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സംഖ്യ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. ഇതിപ്പോ ലക്ഷം വരെയാണ്, നമുക്ക് എന്ത് ചെയ്യാം 10 ലക്ഷം, 1 കോടി, 10 കോടി അങ്ങനെ നീട്ടിയിട്ട് എന്ത് ചെയ്യാം സംഖ്യകൾ കിട്ടിയാൽ എഴുതാൻ പറ്റും. ഇത് നോക്കാം. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, അക്കങ്ങൾ എണ്ണിയും വായിക്കാം. നോക്കിയേ, ഒരക്ക സംഖ്യ എത്രയാ? നമ്മ ഒരക്കം എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെയാണ് നമ്മൾ പറയുന്നത് ഒരക്ക സംഖ്യ അല്ലേ. ഇനിയോ രണ്ടക്ക സംഖ്യയോ? രണ്ടക്ക സംഖ്യ എങ്ങനെ എഴുതും? രണ്ടക്ക സംഖ്യ അല്ലെ, 2 സംഖ്യകൾ വീതം എഴുതുന്നത് രണ്ടക്ക സംഖ്യ. അപ്പൊ എത്ര വരെയാ? 10 മുതൽ 99 വരെ വരുന്നത് അല്ലേ. രണ്ടക്ക സംഖ്യ എന്നത് 10 മുതൽ 99 വരെ. ഇനിയോ 3 അക്ക സംഖ്യയോ? എളുപ്പമാണ് എഴുതാൻ. 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് എത്രയാ? 100 മുതൽ 999 വരെ അല്ലേ. അതെ. 4 അക്ക സംഖ്യയോ? 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 4 അക്ക സംഖ്യ എത്രയാ? 4 അക്ക സംഖ്യ എന്ന് പറയാ 1000 അല്ലേ. 1000. ഓക്കെ. 1 2 3 4 1000 മുതൽ എത്ര? 9999 വരെ. മനസ്സിലായോ? വലിയ നമ്മ 10ന് നമ്മൾ മുന്നേ എന്താക്കിയതാ പൂജ്യങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് അല്ലേ പഠിച്ചത്. ആ 10ന് 1 പൂജ്യം, 100ന് 2 പൂജ്യം അല്ലെ, 1000ന് 3 പൂജ്യം അങ്ങനെ വരുന്നതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ എന്താ അക്കങ്ങൾ, എത്ര അക്കങ്ങളുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഒരക്കം വരുന്ന സംഖ്യ 1 മുതൽ 9 ഒരു സംഖ്യകൾ മാത്രമേ വരുന്നുള്ളൂ. രണ്ടക്കം എന്ന് പറയുമ്പോൾ 1 0 1 അല്ലേ. അതുപോലെ തന്നെ 9 9. ഇവിടെ നോക്കാം 3 അക്കം 1 0 0 9 9 9. മനസ്സിലായില്ലേ? ഇവിടെ നോക്ക് 1000ൽ എത്ര അക്കമുണ്ട്? 1000ൽ എത്ര പൂജ്യം വെച്ചാൽ പറയുന്നത് നമ്മൾ എത്രയാ? 3 പൂജ്യം അല്ലേ. പക്ഷെ 1000ൽ എത്ര അക്കമുണ്ട് വെച്ചാൽ എത്ര പറയണം? 4 അക്കമുണ്ട്. ഓക്കെ. 1 0 0 0. മനസ്സിലായില്ലേ? ഇനി 5 അക്ക സംഖ്യ നോക്കാം. 5 അക്ക സംഖ്യ എത്ര വരും? 10000 അല്ലേ 5 അക്ക സംഖ്യ. നോക്ക് 1 2 3 4 5 10000 മുതൽ 99,999 വരെ. മനസ്സിലായില്ലേ? ഇനിയോ 6 അക്ക സംഖ്യ. 6 അക്ക സംഖ്യ നോക്കിയേ. 10000 കഴിഞ്ഞാൽ എത്ര? 1 ലക്ഷം അല്ലേ. നോക്കാം 1 0 0 0 0 0 1 2 3 4 5 6 അക്ക സംഖ്യ എത്ര? 1 ലക്ഷം. മനസ്സിലായില്ലേ? 6 അക്ക സംഖ്യ നമ്മൾ എത്രയാണ്? 1 ലക്ഷം. 1 ലക്ഷം മുതൽ എത്രയാ? നോക്കിയേ 9 9 9 9 9 9. ഓക്കെ. 6 9 ഇല്ലേ. ഇത് എത്ര വായിക്കും? 9,99,999 വരെ. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ 7 അക്ക സംഖ്യ അല്ലേ. 7 അക്ക സംഖ്യ. 7 അക്ക സംഖ്യയിൽ എത്ര അക്കങ്ങൾ ഉണ്ടാവും? 7 ഉണ്ടാവും. നോക്കിയേ 1 0 0 0 0 0 1 2 3 4 5 6. 7 അക്ക സംഖ്യ ആകുമ്പോൾ ഒന്നടക്കം ടോട്ടൽ എത്ര വേണം? 7 വേണം. 1 2 3 4 5 6 7 മുതൽ എത്ര വരെയാണ്? എത്ര 9 വേണം? 7 9 വേണം. അപ്പൊ 1 2 3 4 5 6 7. മനസ്സിലായി? ഇതെങ്ങനെ വായിക്കുക? 7 അക്ക സംഖ്യയില് 6 അക്ക സംഖ്യ എത്രയാ? ലക്ഷം അല്ലേ. 7 അക്ക സംഖ്യ എത്രയായിരിക്കും? 10 ലക്ഷം ആയിരിക്കും. അപ്പൊ നോക്ക് ഇതെങ്ങനെ വായിക്കും? 99 ലക്ഷത്തി എത്രയാ? 99,999. മനസ്സിലായില്ലേ? എങ്ങനെയാണ്? 99 ലക്ഷത്തി 99,999. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് അക്കങ്ങൾ എണ്ണി വായിക്കുന്നതിന്? അപ്പൊ ഒരക്ക സംഖ്യ, രണ്ടക്ക സംഖ്യ, മൂന്നക്ക സംഖ്യ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്ഥാനം? പൊതുവെ നമ്മൾ 1000 എന്ന് പറയുമ്പോൾ 1000ൽ എത്ര പൂജ്യം ഉണ്ട്? അങ്ങനെ 3 അങ്ങനെ വെച്ചിട്ടാ പറയുന്നത്. ഇവിടെ എന്താ അക്കങ്ങൾ എണ്ണിയിട്ട് എങ്ങനെയാണ് നമ്മൾ സംഖ്യയെ കണ്ടെത്തുന്നതെന്ന് നമുക്ക്
പഠിച്ചു. ഓക്കെ അല്ലേ? ഓരോന്നും എങ്ങനെ വായിക്കണ്ടേ? ഇപ്പൊ നോക്ക്, ഇവിടെ 6 അക്കുണ്ടെങ്കിൽ എന്താണ് എങ്ങനെ വായിക്കേണ്ടത്? ലക്ഷാണല്ലേ. നമ്മൾ പൊതുവെ പറയും ലക്ഷത്തിന് എത്ര പൂജ്യം? 5 പൂജ്യം. അങ്ങനെ വെച്ചിട്ടാ വായിക്കല് അല്ലേ? ലക്ഷത്തിന് എത്ര പൂജ്യം? 5 പൂജ്യം. ഈ 5 പൂജ്യം മാത്രമല്ല നോക്കുന്നത്, എന്തും കൂടി നോക്കുന്നുണ്ട്, ഈ ഒന്നും കൂടി നോക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര അക്കങ്ങളുടെ എണ്ണം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സംഖ്യകൾ വായിക്കും. എങ്ങനെ സംഖ്യകൾ വായിക്കുന്നതെന്ന് നോക്കാം. ഒരു സംഖ്യ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചോ. 2 3 4 5 6 7 കണ്ടോ? 2 3 4 5 6 7. എങ്ങനെ വായിക്കും അല്ലേ? ഈ സംഖ്യ എങ്ങനെ വായിക്കും? എന്ത് ചെയ്യാം? അക്കങ്ങളുടെ എണ്ണം നോക്കാം അല്ലേ? 1 2 3 4 5 6 അല്ലേ? 6 അക്കങ്ങൾ അല്ലേ? 6ആം അക്കം ഇങ്ങനെ ആയിരിക്കില്ലേ? 1 2 3 4 5 6 അല്ലേ? ഓക്കെ. 1 5 0 വരുന്നത് അല്ലേ? അപ്പൊ അതെന്തായിരിക്കും? ലക്ഷമായിരിക്കൂലേ? പൂജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷമായിരിക്കും. അക്കങ്ങളുടെ എണ്ണം 6 ഉണ്ടെങ്കിലും അതെന്താണ്? ലക്ഷമാണ്. അപ്പൊ ഇതെങ്ങനെ വായിക്കും എന്ന് പറഞ്ഞേ? എന്താ വായിക്കല്? ഫസ്റ്റത്തെ ലക്ഷത്തിന്റെ സ്ഥാനം. അപ്പൊ 2 ലക്ഷത്തി എത്രയാ? ഓക്കെ. 3 10,000 ഉണ്ട്, 4 1000 ഉണ്ട്. അപ്പൊ എത്രയായിരിക്കും? 34,000 അല്ലേ? 34,000. ഓക്കെ. 5 നൂറുകൾ 500. പിന്നെയോ 6 പത്തുകൾ 60. പിന്നെയോ 7 67. മനസ്സിലായി എങ്ങനെ വായിക്കണ്ടേത്? ഇവിടെ എത്ര അക്കങ്ങളുണ്ട്? 6 അക്കങ്ങളുണ്ട് അല്ലേ? 6 അക്കങ്ങളുണ്ട്. 1 2 3 4 5 6. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് 6 അക്കമുള്ള സംഖ്യ ലക്ഷമാണ് അല്ലേ? അപ്പൊ എങ്ങനെ തുടങ്ങണം? 2,34,567. ഇനി ഒരു സംഖ്യ എഴുതി വെക്കാം. എങ്ങനെ വായിക്കണ്ടേന്ന് ശ്രദ്ധിച്ചോ. 3 3 4 0 6 0 1. മനസ്സിലായില്ലേ? ഇത് ശ്രദ്ധിക്കണം. ഈ പൂജ്യമുള്ള സ്ഥാനം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവില്ലെങ്കിൽ 3 നമ്മുടെ 3 3 4 0 6 0 1 അല്ലേ? ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഇതിന്റെ സ്ഥാനം മുകളിൽ എഴുതി നോക്കാം. ഇത് 1ന്റെ സ്ഥാനാണ്, ഇത് 10ന്റെ സ്ഥാനാണ്, ഇതോ 100ന്റെ സ്ഥാനം, ഇത് 1000ത്തിന്റെ സ്ഥാനം അല്ലേ? ഇതോ 10,000ത്തിന്റെ സ്ഥാനം. സ്ഥാനം പഠിക്കുന്നത് വരെ മാത്രം ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി കേട്ടാ. പിന്നെ നമ്മൾ കുറെ കണക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്ഥാനം ഓർമ്മ വരും. ഇതോ 10,000 കഴിഞ്ഞാൽ എത്രയാ? ലക്ഷം. ഇത് 10 ലക്ഷം. മനസ്സിലായില്ലേ? നോക്കിയേ. അപ്പൊ ഇതെങ്ങനെ വായിക്കാം? ഇതിൽ എത്ര അക്കങ്ങളുണ്ട് നോക്കി? 1 2 3 4 5 6 7 അല്ലേ? 7 പൂജ്യമാണെങ്കിൽ എത്രയായിരിക്കും? 7 പൂജ്യമാണെങ്കിൽ കോടിയാണ് അല്ലേ? പക്ഷെ ഇവിടെ എത്ര ഇതാണ്? 7 അക്കങ്ങളാണ്. അപ്പൊ 10 ലക്ഷം വരെ പോകും അല്ലേ? ലക്ഷം 10 ലക്ഷം 7 അക്കങ്ങൾ. അങ്ങനെ നോക്കിയാൽ 1 2 3 4 5 6 7. മനസ്സിലായില്ലേ? 7 അക്കങ്ങളുണ്ട്. പൂജ്യത്തിന്റെ എണ്ണെല്ലാം നോക്കുന്നത് ഇവിടെ എത്ര അക്കങ്ങളുണ്ട്. അപ്പൊ നമുക്ക് 1 2 3 4 5 6 7. അപ്പൊ എങ്ങനെ വായിക്കണം? നമുക്കറിയാം 7 അക്കങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? 6 അക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ലക്ഷമാണ്. 7 അക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് 10 ലക്ഷമാണ്. ഇവിടെ ശ്രദ്ധിച്ചോ. 3 10 ലക്ഷം ഉണ്ട് അല്ലേ? 3 10 എത്രയാ? 30. അപ്പൊ 30 ലക്ഷം. 30 ലക്ഷം പ്ലസ് 3 ലക്ഷം. അപ്പൊ എത്രയാ? 33 ലക്ഷം. മനസ്സിലായില്ലേ? 33 ലക്ഷത്തി 33 ലക്ഷത്തി. ഓക്കെ. എത്ര 10,000 ഉണ്ട്? 4 10,000 ഉണ്ട് അല്ലേ? 4 10,000 0 1000 അല്ലേ? അപ്പൊ 1000 എടുക്കണ്ട. ഈ 4 10,000 മാത്രം എടുത്താൽ മതി. അപ്പൊ എത്രയാ? 4 10 എത്ര? 40,000 അല്ലേ? 40,000
40,000 എത്ര നൂറുകളുണ്ട്? 600. അപ്പൊ എന്താ 600 പിന്നെയോ 010 അല്ലേ? അപ്പൊ 10ന്റെ സ്ഥാനം എടുക്കണ്ട, അത് വിട്ടേക്ക്. ഇവിടെ നമുക്ക് 1000ന്റെ സ്ഥാനം നമ്മൾ വിട്ടില്ലേ? അതേപോലെ തന്നെ 10 പൂജ്യമാണെങ്കിൽ ആ 10ന്റെ സ്ഥാനം വിടുക. 600 പിന്നത്തുള്ളതാ 1. മനസ്സിലായില്ലേ? എങ്ങനെ എഴുതുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, 33 ലക്ഷത്തി അല്ലേ? ഇവിടെ 3 10 ലക്ഷം ഉണ്ട്, 3 ലക്ഷം ഉണ്ട് അല്ലേ? അപ്പൊ 3 10 തന്നെ 30, 30 3 33. അപ്പൊ 33,40,000 അല്ലേ? 4 10,000 ഉണ്ട്, 4 ഗുണിക്കണം 10 40. അപ്പൊ 40,000 ഇവിടെ നോക്ക്, 1000ന്റെ സ്ഥാനം പൂജ്യമാണ്, അതുകൊണ്ട് അതില്ല, അത് ഒഴിവാക്കി. പിന്നെ 600, അപ്പൊ 40,600. ഇവിടെ 10കളില്ല അല്ലേ? അപ്പൊ 10ന്റെ സ്ഥാനം ഒഴിവാക്കി. അപ്പൊ എത്ര? 33,40,601. ഇപ്പോൾ ഈസിയായി വായിക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ആദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ ടാബിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിലോ എത്ര പൂജ്യം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് ചെയ്യാം അല്ലേ? 1000-ന് 3 പൂജ്യം, 10,000-ന് 4 പൂജ്യം, അല്ലെങ്കിൽ ലക്ഷത്തിൽ 5 പൂജ്യം നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എത്ര അക്കങ്ങൾ എണ്ണി നോക്കിയിട്ട് ചെയ്യാം. അക്കങ്ങൾ എത്ര എണ്ണിയിട്ട് ഇപ്പൊ നമുക്കറിയാം 1000-ന് 4 അക്കം അല്ലേ? 10,000-ൽ 5 അക്കം, അതുപോലെ തന്നെ ലക്ഷത്തിൽ 6 അക്കം, 10 ലക്ഷത്തിൽ 7 അക്കം അല്ലേ? കോടിയിൽ 8 അക്കങ്ങൾ ഉണ്ടാവും. കോടിയിൽ 7 പൂജ്യവും പിന്നെ ഒരു 1 വരും. അപ്പൊ ടോട്ടൽ 8 അക്കങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു സംഖ്യയും കൂടി എഴുതാം. 4 ഇത് നേരത്തെ എഴുതിയത് തന്നെ, അതിൻ്റെ ഒപ്പം ഒരു 4 കൂടി ചേർക്കണം. 3 4 0 6 0 1. ഓക്കെ, ഇത് എത്ര അക്കങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? 8 അക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? കോടിയായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 7 0. അപ്പൊ ടോട്ടൽ എത്ര അക്കങ്ങളാ? 8. ഇതെങ്ങനെ വായിക്കാം? ഓക്കെ, ഇത് 1ന്റെ സ്ഥാനം 10 100 അല്ലേ? 1000, ഇതോ 10,000, ഇതോ 10 ലക്ഷം, ഇതോ 10 ലക്ഷം അല്ലേ? ഇത് എന്ന് പറയുന്നത് കോടി. ഇത് കോടിയുടെ സ്ഥാനം അല്ലേ? അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതുന്നത് 4 കോടി അല്ലേ? 4 കോടി. 3 10 ലക്ഷം 30 ലക്ഷം. 3 ഗുണിക്കണം 10 30, 30 ലക്ഷം പ്ലസ് 3 ലക്ഷം എത്രയാ? 33 ലക്ഷത്തി അല്ലേ? 33 ലക്ഷത്തി 33 ലക്ഷത്തി. ഇനി നോക്കിയേ, എത്ര 10,000 ഉണ്ട്? 4 10,000. അപ്പൊ എത്രയാ? 40,000. 40,000. ഇവിടെ എന്തുകൊണ്ടാ 40,000 എഴുതിയത്? ഇവിടെ 1000 പൂജ്യമാണ്. ഇപ്പൊ ഇവിടെ ഒന്നാണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? 41,000 എഴുതേണ്ടി വരും. ഈ 40,000-ന്റെ ഒപ്പം ഇവിടെ ഒന്നുണ്ടെങ്കിൽ ഈ ഒന്നും കൂടെ കൂട്ടേണ്ടി വരും. ഇവിടെ പൂജ്യം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 40,000. നോക്കിയേ, 1000 ഇവിടെ സ്ഥാനം പൂജ്യമാണ്. ഇത് 100ന്റെ സ്ഥാനത്തോ 600. 600. ഓക്കെ, 10ന്റെ സ്ഥാനം പൂജ്യമാണ്, അത് ഒഴിവാക്കിയ ബാക്കി 1ന്റെ സ്ഥാനം 601. മനസ്സിലായില്ലേ? എങ്ങനെയാ സംഖ്യ വായിക്കേണ്ടത് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈസിയാണ്. ഒന്നുകിൽ അക്കങ്ങൾ എണ്ണി നോക്കി വായിക്കാം, അല്ലെങ്കിൽ അക്കങ്ങളുടെ സ്ഥാനം നോക്കിയിട്ട് വായിക്കാം. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, പെരുകുന്ന സംഖ്യകൾ. നമുക്കറിയാം 1 മുതൽ 9 വരെ എത്ര വരക്ക സംഖ്യകളുണ്ട്? 9 വരക്ക സംഖ്യകളുണ്ട് അല്ലേ? വേണമെങ്കിൽ എണ്ണി നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 അല്ലേ? 9 ഒരക്ക സംഖ്യകളുണ്ട്. ഇനി നോക്കാം, ഇനി 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് നോക്കാം. 10 മുതൽ 99 വരെ, 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് അല്ലേ? ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ല, പെട്ടെന്നൊന്നും ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യില്ല, എണ്ണം കിട്ടൂല. 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യകൾ? പക്ഷെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യാൻ നോക്കിയേ, നമുക്കറിയാം 1 മുതൽ എത്രയാ? 1 മുതൽ 99 വരെ എത്ര അക്കങ്ങളുണ്ട്? 1 മുതൽ 99 വരെ 99 സംഖ്യകളില്ലേ? 99 സംഖ്യകളുണ്ട്. 1 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്?
99 സംഖ്യകളുണ്ട് അല്ലേ? അപ്പൊ 1 മുതൽ 9 വരെ എത്ര സംഖ്യകളുണ്ട്? 9 സംഖ്യകളുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 99 നിന്ന് 1 മുതൽ 9 വരെ എത്ര സംഖ്യ? 9 സംഖ്യകൾ. അപ്പൊ ആ 9 സംഖ്യകൾ കുറച്ചാൽ പോരെ? അപ്പൊ 90 രണ്ടക്ക സംഖ്യകൾ. മനസ്സിലായല്ലോ? 90 രണ്ടക്ക സംഖ്യകൾ. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? 1 മുതൽ 9 വരെ എത്ര അക്ക സംഖ്യകളുണ്ട്? 9 ഉണ്ട് അല്ലേ? രണ്ടും വേണമെങ്കിൽ 1 മുതൽ 9 വരെ എണ്ണി നോക്കുക. അപ്പൊ 9 അക്ക സംഖ്യയുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് അല്ലേ? രണ്ട് സംഖ്യകളായിട്ട് എഴുതാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടത്? നോക്കിയേ, 1 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട് അറിയാം? 99 സംഖ്യകൾ അല്ലേ? 1 മുതൽ 9 വരെയാണ്. 1 മുതൽ 9 വരെ 9 സംഖ്യകളല്ലേ? അപ്പൊ 1 മുതൽ 99 വരെ എത്ര സംഖ്യകൾ ഉണ്ടാവും? 99 സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്താൽ മതി? 10 മുതൽ 99 വരെ അല്ലേ? അതിലെ കാണേണ്ടത് 9 വരെ 9 സംഖ്യയാണ്, 99 വരെ 99 സംഖ്യകളുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ ആ 99 നിന്ന് ഈ 9 സംഖ്യ 9 ഒരക്ക സംഖ്യ കുറച്ചാൽ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 90 രണ്ടക്ക സംഖ്യകൾ. ഇനി നോക്കിയേ, ഇനി മൂന്നക്ക സംഖ്യകൾ കണ്ടുപിടിക്കണമെങ്കിലോ? നോക്കിയേ, 100 മുതൽ എത്രയാ? 999 വരെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് അല്ലേ? എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്കറിയാം 1 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകളുണ്ട് അല്ലേ? 1 മുതൽ 99 വരെ 99 സംഖ്യകളുണ്ട്. അത് നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യ? 99 നിന്ന് 9 കുറച്ചത് അല്ലേ? അപ്പൊ 100 മുതൽ 999 വരെ എത്ര സംഖ്യകളുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 999 നിന്ന് 1 മുതൽ 99 വരെ എത്രയാ? 99 സംഖ്യകളല്ലേ? ആ 99 കുറച്ചാൽ മതി. മനസ്സിലായി? ചെയ്താൽ ഈ 999 നിന്ന് 99 കുറച്ചാൽ എത്ര കിട്ടും? എത്ര മൂന്നക്ക സംഖ്യകളുള്ളത് കിട്ടും. അപ്പൊ എത്രയായിരിക്കും? 900 അല്ലെങ്കിൽ 900 അല്ലേ? നമ്മൾ കുറച്ച് നോക്കാം. ശ്രദ്ധിച്ചോ, 999 മൈനസ് 99. ഓക്കെ, 0 9 കുറച്ചാൽ 0, 9 കുറച്ചാൽ 0, 9. മനസ്സിലായില്ലേ? അപ്പൊ ഇനിയിപ്പോ നാലക്ക സംഖ്യ ആണെങ്കിലോ അങ്ങനെ കാണാം. നാലക്ക സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4 9 നിന്നല്ലേ? 900 അല്ല, 9999 നിന്ന് എത്ര കുറക്കണം? മൂന്നക്ക സംഖ്യ കുറച്ചാൽ മതി. എത്ര? 999 കുറക്കുക. അപ്പൊ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് കിട്ടും? ഓക്കെ, 9000 അക്കങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ബാക്കിയുള്ള അക്കങ്ങൾ എന്ത് ചെയ്യാം? കൂട്ടി കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ അല്ലെ 1 മുതൽ 9 വരെ എത്ര ഒരക്കങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് പഠിച്ചു. എങ്ങനെയാ? ഈ 1 മുതൽ 99 വരെ 99 സംഖ്യകളുണ്ട്. അതിൽ നിന്ന് 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എത്ര എണ്ണം നോക്കിയിട്ട് അത് കുറച്ചാൽ മതി. ഓക്കെ അല്ലെ? 99 നിന്ന് 9 കുറച്ചപ്പോ 90 രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് കിട്ടി. അതുപോലെ തന്നെ 100 മുതൽ അല്ലെ 999 വരെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഈ 999 നിന്ന് ഈ 99 കുറച്ചാൽ മതി അല്ലെ? 1 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകളല്ലേ? അപ്പൊ അത്രയും സംഖ്യകളുടെ എണ്ണം എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അതേപോലെ തന്നെ നാലക്ക സംഖ്യകൾ കണ്ടുപിടിക്കണമെങ്കിലോ? നോക്കിയേ, നാലക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 9999 നിന്ന് ഈ മൂന്നക്ക സംഖ്യയിൽ ഏറ്റവും വലുത് കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 9000 കിട്ടും. മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറേ സംഖ്യകൾ എഴുതിയിട്ട് സാധനം കണ്ടുപിടിച്ച് നോക്കുക. അതുപോലെ തന്നെ സംഖ്യകൾ പെട്ടെന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? പരമാവധി മക്കൾ ഇതെന്ത് ചെയ്യുക? ചെയ്ത് തന്നെ പഠിക്കുക. നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല, കണക്കാണ്. ഇനി അടുത്ത ഭാഗത്തിൽ കാണാം.